ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ് ഇത്. ചിലപ്പോൾ ഒരു PSC എക്സാമിന് വന്നേക്കാം. പിൻകോഡ് അറ്റ് 50 years, 50 വർഷമായി പിൻകോഡ് വന്നിട്ട് എന്നതാണ് നമ്മുടെ ന്യൂസായിട്ട് പറഞ്ഞത്. ഒരു വളരെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാം. ദ സിസ്റ്റം ഓഫ് പോസ്റ്റൽ കോഡൽ മേ നോട്ട് ബി ഓപ്പറേഷണലി റെലവൻറ്റ് ഇൻ ദ ന്യൂ റോൾ ഓഫ് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ പോസ്റ്റൽ കോഡ് എന്ന് പറയുന്നത് എത്രമാത്രം മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഇപ്പോൾ എത്രമാത്രം അതിന് റെലവൻസ് ഉണ്ട് എന്നതാണ് ചോദ്യം. അപ്പോൾ 50 വർഷം എന്ന് പറയുന്നത് സിൽവർ ജൂബിലി ഇന്ത്യ സിൽവർ ജൂബിലി ഫ്രീഡത്തിൻ്റെ ആഘോഷിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് 15, 1972 നിലവിൽ വന്ന പോസ്റ്റൽ കോഡ് ഇപ്പോഴും നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് കൊറിയർ സർവീസിനും മറ്റ് ഒരു ആളുടെ അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും തെറ്റുകൂടാതെ ഒരു മെയിൽ ഡെലിവറി ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിനോരിയോയിൽ 6 ഡിജിറ്റ് പിൻകോഡ് എന്ന് പറയുന്നത് ആ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പോഴും റെലവൻറ്റ് തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ 50 വർഷം തികയ്ക്കുകയാണ് എന്ത് പിൻകോഡിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സമയത്താണത് വന്നത്? ഓഗസ്റ്റ് 15, 1972 സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോഴാണ് വന്നത്. ഇത്തവണയാണ് നമ്മൾ 75 വർഷം ആഘോഷിച്ചത്, ഓഗസ്റ്റ് 15, 2022. അപ്പോൾ ഈ 50 വർഷത്തെ എക്സിസ്റ്റൻസ് ആണ് നമ്മൾ പിൻകോഡിനെ കുറിച്ച് പറയുന്നത്. നൗ ഇറ്റ്സ് ടൈം ടു ഇൻട്രോസ്പെക്ട് വെദർ ദ സിസ്റ്റം സക്സീഡഡ് ഇൻ അച്ചീവിങ് ഇറ്റ്സ് പർപ്പസ് ഇൻ ലാസ്റ്റ് 50 വർഷം. ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇത് സക്സസ്ഫുൾ ആയിരുന്നോ അല്ലയോ എന്ന്. അപ്പം പല രാജ്യങ്ങളിലും പോസ്റ്റ് കോഡ്, സിപ്പ് കോഡ്, അങ്ങനെ ആൽഫ ന്യൂമറിക്, ന്യൂമറിക് കോഡുകളൊക്കെ ഉണ്ട്. നമുക്കൊരു ന്യൂമറിക് കോഡാണ്, എല്ലാം ഡിജിറ്റ് തന്നെയാണ്, 6 ഡിജിറ്റുള്ള ഇതാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ സോർട്ടിങ്ങിന് മറ്റ് കൊറിയർ സർവീസിനൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് റെലവൻ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. മറ്റ് കാര്യങ്ങളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇനി അങ്ങോട്ട് പിൻകോഡിൽ വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തവണ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ കോമേഴ്സ് എക്സാമ്പിൾ, ഇപ്പോൾ ഗുണങ്ങളെന്താ? ഇപ്പോൾ കോമേഴ്സ് ആലോചിച്ച് നോക്കിയേ. കോമേഴ്സിൽ നമ്മൾ ഈ അഡ്രസ്സ് കൊടുക്കുമ്പോൾ അവർ ഡീൽ ചെയ്യുന്നത് പിൻകോഡ് തന്നെയല്ലേ, പിൻകോഡ് തന്നെയല്ലേ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ കൊറിയർ സർവീസ്, പ്രൊഫഷണൽ കൊറിയേഴ്സ്, മറിച്ച് അങ്ങനെ എല്ലാ തരം മെയിൽ ഡെലിവറി സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള അഡ്രസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ഭാഗമാണ് പിൻകോഡ്. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. 50 വർഷം തയ്ക്കുന്ന പിൻകോഡിൻ്റെ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഏത് ഡേറ്റിലായിരുന്നു? ഓഗസ്റ്റ് 15, 1972 ആണ്. ഇപ്പോൾ റെലവൻ്റ് ആണോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പേഴ്സണലി അഭിപ്രായം പറയാനുള്ള ഇപ്പോഴും റെലവൻ്റ് ആണ്. കാരണം ഇപ്പോഴും നമ്മൾ അഡ്രസ്സിൻ്റെ ഒരു ഇൻ്റഗ്രൽ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത് പിൻകോഡ് തന്നെയാണ്. ഇനി അതിന് വേണമെങ്കിൽ അഡീഷൻസ് വരുത്താം, ന്യൂ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുത്താം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുമ്പം ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ആൻഡ് യൂസ്ഫുൾ. ടിൽ നൗ ഇറ്റ് ഈസ് റെലവൻ്റ് ആൾസോ. ഓക്കെ, ബൈ ബൈ, സി യു, ടേക്ക് കെയർ.